ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈറ്റ് പ്രീസെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രീസെറ്റ് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആണ്. ചിലതാണെങ്കിൽ പെയ്ഡാണ്, അല്ലെങ്കിൽ ചിലത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക ആ പ്ലഗിൻസ് ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് അതിലോട്ട് കൊണ്ടുവരിക വേണം. അപ്പോൾ അതൊന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രോ ലെവലിലുള്ളവർക്കുള്ളൊരു എഡിറ്റിംഗ് മെത്തേഡല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ലൈറ്റ്റൂം ഓപ്പൺ ചെയ്യാം. ലൈറ്റ്റൂം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച ഫോട്ടോസാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിനും അതുപോലെ തന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഓരോ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇതുപോലെ എന്താ പറയുക പ്രീസെറ്റ് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഒരു ഇമേജും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിലും ഞാനിതുപോലെ തന്നെ പ്രീസെറ്റ് അപ്ലൈ ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പിലാണ് ഞാൻ ഈ ഒരു എഫക്റ്റ് വരുത്തിയേക്കുന്നത്. കണ്ടോ, ഇത്രയും എൻ്റെ കയ്യിലുള്ള പ്രീസെറ്റ്സ് ആണ്. ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഓരോന്നും ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട പ്രീസെറ്റ് എല്ലാം എനിക്ക് ലൈറ്റ്റൂമിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ലൈറ്റ്റൂമിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ താഴെ കാണുന്ന ലൈബ്രറി, ഷെയർഡ്, ലേൺ, അതുപോലെ തന്നെ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു 4 ഓപ്ഷൻ താഴെ കാണും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്കവർ എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിന് നിങ്ങൾക്ക് കണക്ടിവിറ്റി അത്യാവശ്യമാണ് കേട്ടോ. മൊബൈൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ വൈഫൈ എന്തായാലും അത്യാവശ്യമാണ്. ഈ കാണുന്ന ഇമേജസ് എല്ലാം ഓരോ ആളുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവരുടെ എഡിറ്റ് ചെയ്തതിന് ശേഷം അവർ വിത്ത് എഡിറ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്ത എഫക്റ്റ് എല്ലാം ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അപ്ലൈ ചെയ്തേക്കണ അല്ലെങ്കിൽ അവരൊരു ഇമേജിലോട്ട് അപ്ലൈ ചെയ്ത് വെച്ചേക്കണ എഫക്ട്സുകളുണ്ട്. അത് നമ്മുടെ ഇമേജിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനാണ് പ്രീസെറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മുകളിൽ കുറച്ച് കാറ്റഗറി ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്രോനൈറ്റ്, എന്താ പറയുക, നാച്ചുറൽ, പോർട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിതിൽ ഒരു പോർട്രേറ്റ് ഇമേജ് എടുത്തിട്ട് അതിൻ്റെ പ്രീസെറ്റാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു വ്യക്തി സെയ്ദ് ജോൺസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അപ്ലോഡ് ചെയ്തൊരു ഇമേജാണ്. അപ്പോൾ അതിനകത്ത് അടിയിൽ നമുക്ക് എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു എഡിറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് എന്തൊക്കെയാണോ അപ്ലൈ ചെയ്തേക്കണത്, എന്തൊക്കെ എഫക്ട്സാണ് അപ്ലൈ ചെയ്തേക്കണത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ എഫക്ട്സാണ് നമ്മളെ പ്രീസെറ്റിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മളെ പ്രീസെറ്റിലോട്ട് ആഡായി, നമ്മളെ ഒരു ലൈബ്രറിയിലോട്ട് ആഡായി. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ലൈബ്രറിയിലുള്ള ഒരു ഇമേജിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ആ ഒരു പ്രീസെറ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ അയാൾ അപ്ലൈ ചെയ്തേക്കണ അല്ലെങ്കിൽ ആ ഒരു പ്രീസെറ്റിലുള്ള ഒരു എഫക്ട്സാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഇമേജിൽ കാണുന്നത്. ഇതിനിപ്പോൾ അപ്ലൈ ചെയ്താലും അതിൻ്റെ ആഫ്റ്ററും ബിഫോറും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.